അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 29ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. നാളെ 29ാമത്തെ പകലാണ്. അതായത് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ അവസാനത്തെ തിങ്കളാഴ്ച പകലാണ്. ഈ കൊല്ലത്തില് റബീഉൽ അവ്വൽ മാസം തുടങ്ങിയതും ഒരു തിങ്കളാഴ്ച രാവിലായിരുന്നു. അൽഹംദുലില്ലാഹ് അതിപ്പോൾ അവസാനിക്കാൻ പോകുന്നതും ഒരു തിങ്കളാഴ്ച രാവോടുകൂടി. ഇന്നിപ്പോൾ 29ാം രാവാണ്, നാളെ 29ാമത്തെ പകലാണ്. ഇതിപ്പോൾ ഒരുപക്ഷെ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവസാനത്തെ രാവ് ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു മാസം 5 തിങ്കളാഴ്ച കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിരളമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് 5 തിങ്കളാഴ്ച കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു തിങ്കളാഴ്ച സുബഹിയുണ്ട്. അത് റബീഉൽ അവ്വൽ 12 അല്ലേ, തിങ്കളാഴ്ച ദിവസമാണ് നബിതങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ തിങ്കളാഴ്ച, വർഷത്തിലെ എല്ലാ തിങ്കളാഴ്ചക്കും ഒരു മഹത്വമുണ്ട്. അതുകൊണ്ടാണ് സ്വലാത്തുകളൊക്കെ അമിതമായി ചൊല്ലാനും പിന്നെ തിങ്കളാഴ്ച ദിവസം സുന്നത്തായ നോമ്പ് പിടിക്കാനൊക്കെ മഹത്തുക്കൾ പറയുന്നു. അതുകൊണ്ട് നാളെ അവസാനത്തെ തിങ്കളാഴ്ച ദിനമായതുകൊണ്ട് സുന്നത്തായ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക് വളരെ ഹൈറാണ്. തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയത്ത് വെക്കാം. ആദ്യം നിയത്ത് വെക്കേണ്ടത് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുന്നു എന്ന് നിയത്തോടു കൂടി തിങ്കളാഴ്ച നോമ്പിന്റെ നിയത്തും വെക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് 2 പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ പിടിക്കുക. ഇനി റബീഉൽ ആഖിർ മാസം ഇതാ നമ്മളിലേക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി ചെയ്യാനുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു താല പോരായ്മകൾ പരിഹരിച്ച് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ ഹൈറായ നല്ലൊരു ജീവിതം അള്ളാഹു പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി നല്ലവണ്ണം ദുആരക്കാം. അള്ളാഹു താല കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസ് തുടങ്ങാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വലാത്തുണ്ട്. നമുക്കൊന്നത് പറഞ്ഞാലോ? ഒരുപാട് നേട്ടമുണ്ട്. പറഞ്ഞോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار.
اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അതിശ്രേഷ്ഠമായ ഒരു 2 ഇസ്മുകൾ നമുക്കൊന്ന് ചേർത്ത് പറഞ്ഞാലോ? ഒരുപാട് പ്രതിഫലങ്ങളാണ് ഈ ഇസ്മുകൾ ചൊല്ലിയാൽ കിട്ടുന്നത്. നമ്മളത് നമ്മുടെ രാവിലത്തെ ക്ലാസ്സിൽ ആ ഇസ്മിൻ്റെ നേട്ടങ്ങളൊക്കെ പറഞ്ഞിരുന്നു. യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മും അതുപോലെ തന്നെ യാ സലാമു യാ അല്ലാ എന്ന ഇസ്മും 2 ഇസ്മുകളും നമുക്ക് ചേർത്തൊന്ന് പറയാം. യാ വദൂദു യാ സലാമു ജല്ല ജലാലു 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 യാ വദൂദു യാ സലാമു ജല്ല ജലാലു. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മാസം അധികരിപ്പിക്കേണ്ട സ്വലാത്തുകളിൽ പെട്ട സ്വലാത്തുകളുടെ രാജാവ് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് കുറച്ച് വട്ടം പറയാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أفضل الذكر അല്ലേ നമുക്കൊന്ന് ചൊല്ലാം ദിക്റുകളുടെ നേതാവ് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്ന സമയത്ത് പടച്ചവനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാ ഞാൻ എത്രമാത്രം ശബ്ദത്തിൽ പറയുന്നു അത്രമാത്രം ശബ്ദത്തിൽ എനിക്ക് ഈ ഒരു കെലിമ ചൊല്ലി മരിക്കാൻ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി നമുക്ക് കുറച്ചു വട്ടം നമ്മുടെ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ إله إلا الله لا 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 إله إلا الله
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ സ്വർഗത്തെ ചോദിക്കുന്നു. ഒരു ദിവസം 3 പ്രാവശ്യം ആത്മാർത്ഥമായി സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം പറയും, അള്ളാഹുവേ, അയാൾ എന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്നിലേക്ക് അവനെ നീ പ്രവേശിപ്പിക്ക് എന്ന് പറയുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് സ്വർഗത്തെ ചോദിച്ചാലോ? അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചോദിച്ചോ, അല്ലാഹുമ്മ ഫ്തഹ് ലനാ അബ്വാബൽ ജന്ന, 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 അല്ലാഹുമ്മ ഫ്തഹ് ലനാ അബ്വാബൽ ജന്ന. നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു വചനമുണ്ട് അല്ലേ, ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്നുള്ള വചനം. അത് വല്ലാത്ത അർത്ഥം നമ്മൾ ചിന്തിച്ചു പറഞ്ഞാൽ, അത് നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഹസ്ബി റബ്ബി ജല്ലല്ലാ അല്ലേ, ഹസ്ബി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് മതി. ഒരു അടിമ പറയുന്ന ഏറ്റവും നല്ല വാക്കല്ലേ, എനിക്ക് അല്ല മതി എന്നാണ്. വേറെ ആരും വേണ്ട, എനിക്ക് അല്ല മതി. അല്ല മതി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ. മാഫി ഖൽബി ഗൈറുല്ലാ, എൻ്റെ കൽബിൽ അള്ളാഹു, എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. നൂറ് മുഹമ്മദ് സ്വല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലേ, പ്രകാശമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെയോ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ അർത്ഥവത്തായ ഒരു വാക്കാണത്. അല്ല കുട്ടികൾ ഉറക്കുമ്പോൾ ഒരു താരാട്ടിന് വേണ്ടി മാത്രം പറയുന്നൊരു വാക്കല്ല. നമുക്കൊന്ന് പറഞ്ഞാലോ,
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله چل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله چل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله چل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله چل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله چل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്, നമ്മൾ കേട്ടത്, നമ്മൾ ചൊല്ലിയത്. അല്ലാഹു തആല പരിപൂർണമായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരുപാട് പേര് ഉസ്താദെ പ്രത്യേകം ഇന്നത്തെ മജ്‌ലിസിൽ ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ ദ്വാരഖണ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് തൽക്കാലം പേരൊന്നും ആരുടെയും പറയുന്നില്ല. അല്ലാഹുവേ ഈ മജ്‌ലിസിലിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെയും മനസ്സിൻ്റെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇടങ്ങേറുകൾ മാറ്റി കൊടുക്കണേ അല്ലാ. ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാത്തിലും ഉപരിയായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവേ ആ തിരു ഹളറത്തിലെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. മദീന കാണിക്കണേ അല്ലാ. അല്ലാഹുവേ പഠിച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്ർ ഔറാദ് ഞങ്ങളുടെ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് മുത്ത് നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന ആ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 3 വട്ടം, പിന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് ഓതിയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ ഇരുത്തം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. أرحم الراحمين يا ربي أرحم الراحمين يا രാജാതിരാജനായ യ റഹ്മാനെ കരുണയുള്ള റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയുടെ മജ്‌ലിസായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇന്നത്തെ ദിവസമോ നാളത്തെ ദിവസമോ ഞങ്ങൾ മരിച്ചുപോയാൽ റഹ്മാനെ ഈ ദുആ ഞങ്ങളുടെ തൗബയായി നീ ഖബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ചൊല്ലുന്നതും പറയുന്നതും ഞങ്ങൾ ചെയ്യുന്നതുമായ മുഴുവൻ അമലുകളും പടച്ചവനെ അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉമ്മമാര് വാപ്പമാര് ഭാര്യമാര് ഭർത്താക്കന്മാര് ഞങ്ങളുടെ മക്കള് മരുമക്കള് പേരക്കുട്ടികള് കുടുംബക്കാര് അല്ലാഹു ഞങ്ങളുടെ സഹോദരിമാര് സഹോദരങ്ങള് പലരും ഖബറിലാണ്, 6 അടി മണ്ണിലാണ്. അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ആ ഖബറിടം നീ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ഞങ്ങൾക്കറിയില്ല, നീ അറിയുന്നവനാണ്. അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്റിന്റെ മജ്‌ലിസിലൊക്കെ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ പറയുന്ന ഓരോ ദിവസവും ഞങ്ങൾ ചൊല്ലുന്ന ഈ ദിക്റുകളുടെ സ്വലാത്തുകളുടെ ഒക്കെ മഹത്വങ്ങൾ റഹ്മാനതിന്റെ പ്രതിഫലം ആ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അവർക്ക് അഭിമാനം കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഈ മജ്‌ലിസ് കാണുന്ന ഉമ്മമാര് ഉപ്പമാര് അവരെ നീ ഖബൂലാക്കണേ അല്ലാ. സ്ഥിരമായി ഞങ്ങളുടെ മജ്‌ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ പടച്ചവനെ അവർക്ക് നീ ശരീരത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ദുആ വസിയത്ത് നേരിട്ട് കണ്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോകൾക്ക് താഴെ എഴുതി ദുആ അറിയിക്കാറുണ്ട്. ഒരുപാട് പേരുടെ മനസ്സിൽ ദുആയുണ്ട്, ദുആ വസിയത്തുകളുണ്ട്. റഹ്മാനെ എല്ലാ ദുആ വസിയത്തുകളും നീ ഖബൂലാക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളായി കഴിയുന്നു രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ
അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, രോഗശമനം നീ കാമിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാര്, സന്താനങ്ങൾ എല്ലാവർക്കും നീ ഖൈറും സലാമത്തും ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് മക്കളില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരെ, സഹോദരങ്ങളെ, ഖൈറായ ഇണകളെ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, വിവാഹപ്രായം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹുവേ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ കല്യാണം നടക്കാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ നീ സ്വലാഹിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്കിടയിൽ ഇഷ്ടം തരണേ അല്ലാ, സ്നേഹം തരണേ അല്ലാ, പിണക്കങ്ങളെ തൊട്ട് വഴക്കുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ത്വലാഖുകൾ കൂടുന്ന കാലമാണ്, കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സൽസ്വഭാവികളാക്കണേ അല്ലാ. പരസ്പരം വഴക്ക് കൂടുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയുന്നു, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തുറന്നു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അവരുടെ പരീക്ഷകൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവർക്ക് നല്ല രൂപത്തിൽ പഠിക്കാൻ നല്ല ബുദ്ധികൂർമ്മത കൊടുക്കണേ അല്ലാ. അവരുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കൾ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാനത്തെ സമയങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത്. റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. ആ മുത്തുനബിയെ പറ്റി ഇനിയും ഒരുപാട് കണ്ട് സ്വലാത്തുകൾ പറയാനും, ആ മുത്തുനബിയെ പറ്റി പറയാനും, അവിടുത്തെ ജീവിതം ഞങ്ങളുടെ ജീവിതമാക്കാനും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, റബീഉൽ ആഖിർ മാസമൊക്കെ വരാനിരിക്കുകയാണ്. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തോന്നൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരണേ അല്ലാ. ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം ഇത് പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. നാളത്തെ മജ്ലിസിലും പങ്കെടുക്കാൻ മറന്നു പോകണ്ട. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.